ഹലോ മൈ ഗായ്സ്, ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ എപ്പോഴും പോണ സ്ഥലം തന്നെയാണ് എസ് എമ്മിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാൻ കേട്ടോ. അവിടെ ആ കട്ടക്കലപ്പിൽ നിന്നാണ് നമ്മളെ ഇപ്പച്ചീൻ്റെ ഫോൺ ഞാൻ അറിയാതെ ഒന്ന് കാറിൽ വെച്ചുപോയി. ഇപ്പം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫോൺ എടുത്താൽ പോരെ, ഞാൻ അപ്പം എൻ്റെ വീഡിയോക്ക് ലൈക്ക് ഇടാൻ വേണ്ടി എടുത്തേനു. ഗൂഗിൾ പേ അതിലല്ലേ, അതിൻ്റെ കലിപ്പാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ നേരെ പോയത് ജനകീയ വസ്ത്രാലയത്തിലേക്കാണ് കേട്ടോ. അവിടെ പോയപ്പോഴോ കാല് കുത്താനൊരിട്ടില്ല. അവസാനം പൊളഞ്ഞ് പോയപ്പം നമ്മളൊരു കസിൻ നമ്മളവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് മാക്സി നോക്കിയെങ്കിലും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അടുത്ത ഷോപ്പിൽ പോയി അവിടെ നിന്ന് 2 നൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചി ഇങ്ങനെ വളഞ്ഞ് നോക്കണത് എന്താണെന്നറിയോ, നല്ല അടിപൊളി ചെരുപ്പുണ്ടോയെന്ന്. അപ്പം ഉണ്ടടാ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു മഴ കുട അടിപൊളി മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ കട്ട പോസ്റ്റ് ആയെങ്കിലും പിന്നെ കാക്കൻ്റെ ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ എസ് തന്നെ തിരിഞ്ഞളിച്ച്. അങ്ങനെ സ്ട്രോബെറിയിൽ നിന്ന് ഓൻക്കൊരു ഡ്രസ്സ് എടുത്ത്. അപ്പോഴേക്കും എൻ്റെ മുതലാളി വന്നിട്ടുണ്ടായിരുന്നു. മുതലാളിക്ക് ഒരു പാൻസ് എടുക്കണേനു. അതും കഴിഞ്ഞ് കുറേ ബ്ലോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ബോംബെ ഹോട്ടലിലേക്കാണ്. നമ്മളെ ഉമ്മച്ചിയും പിയാപ്പിളും ഒന്ന് ഏറെ കയറിയെത്തോ, ഒരാൾ കൈ എടുത്തപ്പോൾ അയാൾ കൈ തട്ടി, ഒരാൾ കൈ എടുത്തപ്പോൾ അയാൾ കൈ മാറി. അങ്ങനെ ബോംബെ ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത്. ഉമ്മച്ചിയും ഇപ്പച്ചി നമ്മൾ അത്താഴത്തിൻ്റെ ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനും അനിയനും ബിരിയാണിയും, പിന്നെ മുതലാളി വെള്ളപ്പം, എൻ്റെ കുട്ടിക്കും ബിരിയാണി. അത്താഴത്തിൻ്റെ ഫുഡ് അടിപൊളിയാട്ടോ. ബീഫ്, പരിപ്പ് കറി, മുളിയാറ്, കൊണ്ടാട്ടം, പപ്പടം, അത് ഒരു 1.5 മുതലായിരുന്നു. ഇതിലെന്തോ ഒന്ന് സ്കിപ്പ് ചെയ്തിരിക്കണ്. സുലൈമാനിയും പിന്നെ ചെറുപഴം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഫുഡ് ബിരിയാണി എന്നത്തെ പോലെ അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടി റഹ്മത്തിൻ്റെ